ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഷിയാസ് കരീം ആദ്യത്തെ ഒരു ഇൻസ്റ്റയിലെ സ്റ്റോറി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്റെ പൊന്നെ, ഉമ്മാടെ പ്രായമുള്ള 60 വയസ്സുള്ള സ്ത്രീയെ പറ്റിയ സ്ത്രീയാണോ ഞാൻ ട്യൂഷൻ ചെയ്തു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെയധികം നിഷ്കളങ്കൻ. രണ്ടാമത് ഞാനിപ്പം സ്ത്രീകളുടെ കാര്യത്തിൽ ഓൾറെഡി ഒരു പരാതി നീക്കുന്നതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ. പിന്നെ ഇവരെന്ന് പറയുന്ന ഇവരുടെ കാശ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ഭാര്യയോടും എന്റെ ഉമ്മയോടും ഒക്കെ കുറെ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതെന്തോ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നു, എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതൊക്കെ രീതിക്ക് പറഞ്ഞു. എന്തൊരു കൂളായാലേ. ശരിക്കും പറഞ്ഞാൽ ഷിയാസ് കരീം എത്ര നന്നായിട്ട് അഭിനയിക്കുന്നു. ഇത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന ഷിയാസ് കരീം സിനിമയിൽ അവസരങ്ങൾ എങ്ങനെ കുറഞ്ഞു പോയത് ശരിയായില്ല. ഒത്തിരി അവസരങ്ങൾ കിട്ടണം. എത്ര നല്ല അഭിനയമാണ്. അപ്പൊ അതേ മറുനാടന്റെ അകത്ത് കൂടുതൽ ശബ്ദരേഖ വന്നിട്ടുണ്ട്. ആ ശബ്ദരേഖക്കകത്തൊക്കെ പറയുന്ന കല്യാണത്തിനുള്ള ഓടി കാറ് കൊണ്ടു നടക്കാനുള്ള അതിനുള്ള പണം. പിന്നെ എന്താണ്, ആ പെണ്ണുമായിട്ട് കോഴിക്കോട് ഒന്നിച്ച് ഒരു ഫ്ലാറ്റിൽ താമസിക്കുമായിരുന്നു. ആ പെണ്ണ് ഈ പറഞ്ഞാൽ 60 വയസ്സൊന്നുമില്ല, 45-46 വയസ്സേ ഉള്ളൂ. അതോടൊപ്പം ആ പെണ്ണിനെ കോഴിക്കോട് താമസിച്ച് എന്നും കാണാൻ പറ്റിയായിരുന്നുണ്ട്. എനിക്ക് ഭാര്യയെ നീയൊക്കെ എപ്പോഴും അടുത്ത് വേണം, എന്നാലും എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ പെരുമ്പാവൂര് വരണം, അവിടെ താമസിക്കാം, എപ്പോഴും കാണാലോ എന്നുള്ളതൊക്കെ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ താലിമാല പോലും മേടിച്ചത് ഈ പെണ്ണിന്റെ, ഈ സ്ത്രീയുടെ പൈസയിലാണ്. എല്ലാരും വേണം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, ഷിയാസ് കരീം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ജീവിക്കേണ്ടതല്ല അല്ലേ. ശരിക്കും ഈ ചിന്ന വീടും സെറ്റപ്പും ഇങ്ങനെയുള്ളതൊക്കെ തമിഴ്നാട്ടിലൊക്കെയാണ് പറ്റുമെന്ന് തോന്നുന്നത്. ഏതായാലും മറുനാടന്റെ മറ്റേ എക്സ്ക്ലൂസീവ് ചാനലിൽ വന്നാണ്. നടനും മോഡലുമായ ഷിയാസ് കരീമിനെതിരെ യുവതി സാമ്പത്തിക ചൂഷണം നടത്തിയ പരാതി പാലാരിവട്ടം പോലീസിൽ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഈ യുവതിക്ക് 60 വയസ്സ് പ്രായമുണ്ടെന്നും ഉമ്മയുടെ അതേ പ്രായമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഷിയാസ് സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചത്. എന്നാൽ ആ വാദം പൊളിക്കുന്ന തെളിവാണ് മറുനാടൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ യുവതിക്ക് 46 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 1980 ഈ യുവതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് തെളിയിക്കുന്ന രേഖയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് സിറ്റിയിലെ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIRന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ പരാതിക്കാരിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അത് ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. അവരുടെ പേരും അവരുടെ അഡ്രസ്സും ഒക്കെ ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ലഭിച്ചു. പോലീസ് പിന്നീട് ഇവരെ വിളിച്ച് മൊഴിയെടുത്തു. ആ സമയത്താണ് മനസ്സിലാവുന്നത് ഇരുവരും ലിവിംഗ് ടുഗദറായിട്ട് കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഏറ്റവും കൂടുതൽ പണമിടപാടുകളൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേഷനിലേക്കാണ് ഈ പരാതി ട്രാൻസ്ഫർ ചെയ്തത്. അവിടെയാണ് ഈ കഴിഞ്ഞ 28-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ഈ ഷിയാസ് കരീമിൻ്റെ കൂടുതൽ ശബ്ദരേഖകൾ കൂടി മറുനാട്ടിൽ ലഭിച്ചിരിക്കുകയാണ്. അതുകൂടി പ്രേക്ഷകർക്ക് കേൾക്കാം. 15-ാം തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്യണം ഗോൾഡ്. കാര്യം 16-ാം തീയതി ഞാൻ പോകൂലേ, 15-ാം തീയതിക്ക് ഉള്ളിൽ പർച്ചേസ് ചെയ്തിട്ട് പോകണം അവിടുന്ന്. ഓക്കെ. എനിക്കൊരു കല്യാണത്തിന് ഒരു ഓടി ഉപയോഗിക്കണം, റെഡ് വണ്ടി. 5 ലക്ഷം രൂപ ലീസിന് വണ്ടി കിട്ടും. അതെടുത്താലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. 23-ാം തീയതി 24-ാം തീയതിക്ക് ഞാനവിടെ എത്തൂല. ഇൻഷാല്ലാ പൊളിക്കാം. നമുക്ക് കല്യാണത്തിനുള്ള ഗോൾഡ് എടുക്കണം, അതിനുള്ള പൈസ കൊടുക്കണം, താലിമാലയ്ക്കുള്ള പൈസ. പിന്നെ എന്താണ് ഡീസൽ എടുക്കാം, വാടകയ്ക്ക് അത് എടുക്കണം. അതിന് 5 ലക്ഷം വേണം. പറ്റുമോ? അതാണ് ആ ചോദ്യം. ശരിക്കും എന്താ പറയണ്ട അല്ലേ. ഒരു വ്യക്തിത്വം എന്ന് പറയുന്നില്ല. ഇത്രയും ഒരു 6 അടി അതിലധികം പൊക്കമില്ലേ ഷിയാസ് കരീമിന്? അതിനൊത്ത വണ്ണമില്ലേ? സെലിബ്രിറ്റി എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ മറുനാടൻ പറഞ്ഞ പോലെ സിനിമയിലൊന്നും അധികമൊന്നുമില്ല. പക്ഷെ കുറെ സെലിബ്രിറ്റീസ് ഇപ്പൊ ഇങ്ങനെയുണ്ട്. സോഷ്യൽ മീഡിയ അവര് കാണിക്കുന്ന ഉഡായ്പകള്, അയ്യോ എന്തല്ല. ഇപ്പൊ ഇന്നൊക്കെ ആൾക്കാർ പറഞ്ഞുള്ള സോഷ്യൽ മീഡിയ തുറക്കാൻ മേലാന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ശരിക്ക് 60 ഇയാള് ബാല ചോദിച്ചാൽ പൊട്ടനാണോ? അതായത് എന്താണ് ഈ 60 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഈ ഇന്നത്തെ കാലത്ത് ഒരു 10 രൂപ അപേക്ഷ കൊടുത്താൽ എന്താണ് നമുക്കറിയാൻ പറ്റും. വിവരാവകാശ കമ്മീഷനിൽ കൊണ്ടേ കൊടുത്താൽ മറ്റൊരാളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് പറ്റും. അത് അങ്ങനെ വരെ നിയമങ്ങളുള്ള സ്ഥലത്ത് വന്നിട്ട് ഷിയാസ് കരീം ഒരു 10 വയസ്സുള്ള സ്ത്രീയാന്ന് പറയുമ്പോ ആ സ്ത്രീ ഇത് തെളിയിക്കാതെ നോക്കാതിരിക്കോ? ഇപ്പൊ അതല്ലേ സംഭവിച്ചേ. അപ്പൊ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സഹിതം പുറത്തു വന്നിട്ട് ഇനി എന്തൊക്കെ പുറത്തു വരും ഒന്ന് ആലോചിച്ചോ. വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ആലോചിക്കണ്ടേ? അങ്ങോട്ട് തൊടുത്തു കഴിയുമ്പോൾ ഇങ്ങോട്ടെണ്ണം വരും എന്നുള്ള ഒരു ആലോചന വേണ്ടേ? ഇവര് പൈസ തിരിച്ചു ചോദിച്ച ഉടനെ തന്നെ ഇവരുടെ നഗ്നചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ഇട്ട് നാറ്റിക്കും എന്ന് പറയുമ്പോൾ ഏതൊരു സ്ത്രീയും പേടിച്ച് എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കും. ആ ഒരു രീതിയായിരിക്കാം പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് കണക്കൂട്ടൽ തെറ്റിച്ചു. ആ സ്ത്രീക്ക് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്
കൂടെ കഴിഞ്ഞെന്നും പറഞ്ഞുള്ള പീഡന പരാതിയോ പൈസ തിരിച്ചു തരുമോ ഇതൊന്നും വേണ്ടെന്ന് സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്ത്രീയെ ഇവൻ പറ്റിക്കരുത്, അതാണ് ഇതിന്റെ ലാസ്റ്റ് പറഞ്ഞ അതാ. ഇനി ഒരു സ്ത്രീയെ ഇവൻ പറ്റിക്കരുത്, അതിനുവേണ്ടിയാണ് ഇപ്പൊ ഈ വിഷയം ഉണ്ടാക്കി. അവരെ കണ്ടാ ഒന്ന് കൈ കൊടുക്കാൻ തോന്നുന്നില്ലേ? അല്ലാതെ അവർക്ക് പൈസയും വേണ്ട, അവരിനി പീഡിപ്പിച്ചു എന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ അത് പറഞ്ഞു, അയ്യോ കൂടെ കിടന്ന് പാലോചിച്ചില്ലേ എന്നും പറഞ്ഞൊന്നും പേടിക്കണ്ട, വിഷമിപ്പിക്കണ്ട. അവർക്കിതൊന്നും പരാതിയില്ല. ഇനി ഒരു സ്ത്രീയെ ഇങ്ങനെ പറ്റിക്കരുത്, അതൊരു നല്ല വിചാരമാണ്. അപ്പൊ ചാറ്റൊന്ന് കേൾക്കാം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണ്, പരിപാടികളൊക്കെ കുറവാണ്, അതുകൊണ്ട് വിളിക്കാത്ത. ഓക്കെ, പക്ഷെ അത് നോമ്പ് സംസാരിക്കാം. ഞാൻ വിളിച്ചാലൊന്നും എടുത്തില്ല, അവന് മെസ്സേജാ. ഉമ്മ എൻ്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു, അല്ല വേറെ അപ്പോഴും ഞാൻ അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കില്ല, നമ്മൾ കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിൻ്റെ അടുത്തല്ല, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ നല്ല തിരക്കാണ്, ഞാൻ ജിമ്മിൻ്റെ പണിയെടുക്കുന്നിടത്ത് ഓടി പണിയെടുക്കുകയാണ്, കുട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് കോട്ടത്തിലാണ്, അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാണോ നാട്ടിലല്ലോ സൗദിയിലല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ല, പിന്നെ ഞാനെപ്പോഴും അയച്ചിട്ട് കല്യാണം കഴിച്ചെന്നോർത്ത് വിളിക്കാത്തൊന്നും അല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ബാക്കി കേൾക്കാം. അല്ലെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല, തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളും. നീ ജർഫയായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം, ഞാൻ ജീവിക്കണേ നിങ്ങളൊക്കെ വേണം. നിങ്ങൾ തന്നെ അവളുടെ അടുത്ത് മെസ്സേജ് അയച്ച് അവളെ നീ ഇത് ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് എന്നിട്ട് മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ, ജസ്റ്റ് സംസാരിക്ക് പ്ലീസ്. ഈ ജിമ്മോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്, എല്ലാവരും കൂടെ സന്തോഷത്തോടെ. എല്ലാവരും വേണം എനിക്ക്, ദർഫ് മാത്രമല്ല നിങ്ങളെല്ലാവരും വേണം. ഞാൻ നിൻ്റെ അടുത്ത് പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. നിനക്കെന്തൊരു പ്രശ്നം വന്ന് ഞാൻ വന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്ക് എപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. ഞാനിക്ക് ഇത് കേട്ടോ 7 അത്യാവശ്യമായിട്ട് വേണം, ഒരു 1-2 ദിവസം ആണുള്ളത് റെഡിയാക്കണം. മതി, നോക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാ ഓക്കെ, സെറ്റ് ചെയ്തിട്ട് പറ ഇൻഷാല്ലാ. എവിടെ വെച്ചാൽ ഞാൻ കളക്ട് ചെയ്തോളാം, അല്ലെങ്കിൽ എത്തിക്കാൻ നമ്മൾ കൊച്ചിയിലേക്ക് ഇൻഷാല്ലാ. കേട്ടെ, ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. നീ ജർഫയായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല, തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളും. നീ ജർഫയായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം, ഞാൻ ജീവിക്കണേ നിങ്ങളൊക്കെ വേണം. നിങ്ങൾ തന്നെ അവളുടെ അടുത്ത് മെസ്സേജ് അയച്ച് അവളെ നീ ഇത് ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് എന്നിട്ട് മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ, ജസ്റ്റ് സംസാരിക്ക് നജു പ്ലീസ്. ഈ ജിമ്മോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്, എല്ലാവരും കൂടെ സന്തോഷത്തോടെ. എല്ലാവരും വേണം എനിക്ക്, ദർഫ് മാത്രമല്ല നിങ്ങളെല്ലാവരും വേണം. ഞാൻ നിൻ്റെ അടുത്ത് പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നിങ്ങൾ ഈ ഓഡിയോ ഒക്കെ കേട്ടല്ലോ. ഇതിന്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ ഒന്നേ ഉള്ളൂ, ഈ ഭാര്യയ്ക്കൊപ്പം തന്നെ മറ്റൊരു ബന്ധവും വേണം. ഈ ഒരു ബന്ധം ഉപയോഗിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് നടന്നു പോകാൻ. ഇവര് നല്ല വ്യവസായിയാണ്, അവിടുന്ന് കാശ് കിട്ടി സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും, കാറിന്റെ ലോൺ അടയ്ക്കുക, അങ്ങനെയുള്ള എല്ലാ സാമ്പത്തിക ഇതും. കഴിഞ്ഞ വോയിസിലൊക്കെ നമ്മൾ പണ്ടപ്പരപ്പ് ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതുപോലെ അതിന്റെ എല്ലാം ആയിട്ടുള്ള ഒരു ഉപകരണം പോലെ ഈ സ്ത്രീയെ ആക്കി ഇടയ്ക്ക് പോയി ആ സ്ത്രീയുടെ കൂടെയും കഴിയും, ഒരു ചിന്ന വീട് പോലെ. ഇപ്പുറത്ത് ഭാര്യയും കൊച്ചും അടിച്ചു പൊളിച്ച് സെലിബ്രിറ്റി ആയിട്ട് നടക്കുക, എല്ലായിടത്തും ഇങ്ങനെ കാണുന്നതൊക്കെ. ഒരാളോടും ഒരു ആത്മാർത്ഥതയില്ല, ഏറ്റവും ചീഞ്ഞ വ്യക്തിത്വം, ഒന്നും പറയാനില്ല. വന്നിട്ട് അവിടുന്ന് ഇതൊക്കെ പിടിക്കപ്പെടും. ആദ്യം ഓൾറെഡി ഒരു സ്ത്രീ വിഷയം കിടപ്പുണ്ട്. ആ സ്ത്രീ വിഷയം കിടക്കുമ്പോഴാണ് ഒരു കല്യാണം ആലോചിച്ചത്. ആ സ്ത്രീയുടെ പരാതി മൂലം ആ കല്യാണം മാറിപ്പോയി കഴിഞ്ഞാൽ അടുത്ത കല്യാണമാണ് വന്നത്. ഈ കല്യാണ സമയത്തും ഇതുപോലെ ഒരു പരാതി പറഞ്ഞു. ഇപ്പം ഷിയാസ് കരീമിന് സപ്പോർട്ട് ആയിക്കൊണ്ട് ഭാര്യ വന്നിട്ടൊക്കെ ഉണ്ട്. എന്ത് വന്നാൽ എന്താ, ഇനി ഇവരുടെ മുന്നിൽ ഇവരെല്ലാ രേഖയും ശേഖരിച്ചു വെച്ചിട്ടുള്ള കളിയാണ് ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ രേഖ മുന്നിൽ ഷിയാസ് കരീം അങ്ങ് വളരെ സീറോ ആയിട്ട് പോകുന്നുണ്ട്. എത്ര ഫ്രണ്ട്സ് എത്രയെല്ലാം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ചീഞ്ഞ കേസ് കേട്ടോ, അത്ര. ആ സ്ത്രീയെ പറയുന്ന ഡയലോഗ് വളരെ ശരി. അവർക്ക് പൈസയും തിരിച്ചു കിട്ടണ്ട, ഒന്നും വേണ്ട. പക്ഷേങ്കിൽ ഇനി ഒരു സ്ത്രീക്കും
ഇത് വരരുത്. അത് കേട്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെ തോന്നി. ഷിയാസ് പെൺവിഷയം ഇപ്പം ഏറെ ഇറങ്ങാൻ നേരമല്ലോ മുഴുവൻ സമയം. അതിന്റെ ഉദ്ദേശം എന്താണ്? മെയിനായിട്ട് പൈസയുള്ള സ്ത്രീകളെ തപ്പിയെടുത്ത് അവരെ പറ്റിച്ച് അവരുടെ കാശെടുക്കുക. എല്ലാ കേസിലും ഞാൻ നിരപരാധിയാണ് എന്നുള്ള രീതിയിൽ ഒരു പാവം പൊട്ടം കളിച്ച് ഇങ്ങനെ ഇരിക്കുക. കൂട്ടുകാരൊക്കെ പറയും അവനൊരു പൊട്ടൻ രീതി, അവന്റെ സംസാരം കണ്ടറിയാം, അവനെ പെടുത്തുന്നതാണ്, അവൻ ആ ബീഫ് കാര്യം പറയാൻ പോയോണ്ട് മാത്രം ഉണ്ടായ ഒരു കാര്യം. ഇത് മാരാര് കൊണ്ടുവന്നത്, ഇതാര് കൊണ്ടുവന്ന്, എങ്ങനെ കൊണ്ടുവന്ന്, ഇതിലേ വന്നാണെങ്കിലും ഈ പറയുന്ന വോയിസ് എല്ലാം നമ്മൾ കേട്ടല്ലോ. അപ്പൊ അത് സത്യം. ഇതിന്റെ മറു സൈഡിൽ അവരുടെ വോയിസും കാണും. ചിലപ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങോട്ട് സംസാരിക്കുന്നത്. ഇതെല്ലാം ശരിയാണ്. മറുതലയ്ക്ക് ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ ഇതിന്റെ ഡിഗ്രി കൂടിയതായിരിക്കാൻ പറഞ്ഞിരിക്കുക, അതും ശരിയാ. പക്ഷെ ഷിയാസ് ചെയ്ത തെറ്റല്ലാതാവുന്നില്ലല്ലോ. പൈസ മേടിക്കുക, പറ്റിക്കുക, ഇതല്ലേ ചെയ്തത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.